ഹലോ എവരിവൺ, വെൽക്കം ടു സൈലം ലേണിംഗ്. എൻ്റെ മിസ് ആണ്. അപ്പോൾ മക്കളെ, നമ്മൾ പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങോട്ടേക്ക് നമുക്ക് ക്രിസ്മസ് എക്സാം ഉണ്ട്. സോ എക്സാംസിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടായി കാണും അല്ലേ, എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നതെന്നൊക്കെ. സോ ഇനി വരാൻ പോകുന്ന എക്സാംസിനൊക്കെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു തരത്തിലുള്ള ചോദ്യം കൊണ്ടാണ് ഇന്ന് മിസ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ആ ചോദ്യത്തിലേക്ക് കടക്കാം. അപ്പോൾ അതിന് മുൻകൂടിയായിട്ട് നിങ്ങൾക്ക് ഇതുപോലെയുള്ള വീഡിയോസൊക്കെ കിട്ടണമെങ്കിൽ നമ്മുടെ ക്ലാസ് 1 യൂട്യൂബ് ചാനൽ എത്രയും പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കാനും മറന്നു പോകരുത്. നമ്മുടെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. വായിക്കാം, എഴുതാം. മഴ 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 വന്നു, ചറപറ ചറപറ മഴ പെയ്തു, മുറ്റം നിറയെ മഴവെള്ളം, കുട്ടികൾ ചാടിക്കളിക്കുന്നു. അടുത്ത എന്താണ്? മഴ 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 വന്നു, ചറപറ ചറപറ മഴ പെയ്തു, കുളം നിറയെ മഴവെള്ളം, മീനുകൾ നീന്തിക്കളിക്കുന്നു. അടുത്ത എന്താണ്? മഴ 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 വന്നു, ചറപറ ചറപറ മഴ പെയ്തു, വഴികൾ നിറയെ മഴവെള്ളം, ആളുകൾ കുട ചൂടി പോകുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഭാഗങ്ങൾ നമ്മൾ എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട് അല്ലെ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, വായിച്ചാൽ മാത്രം പോരാ, ചില ചോദ്യങ്ങളും കൂടി തന്നിട്ടുണ്ട്, അതിന്റെ ഉത്തരം കൂടി ഒന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ഓരോ ചോദ്യങ്ങളായിട്ട് നമുക്ക് നോക്കാം. എവിടെയെല്ലാമാണ് മഴവെള്ളം നിറഞ്ഞത്? അപ്പൊ ഒന്നാമത്തെ ചോദ്യമാണ്, ഇത് വായിച്ചു നോക്കിയിട്ട് എവിടെയൊക്കെയാണ് മഴവെള്ളം നിറഞ്ഞത് എന്ന് നമ്മൾക്ക് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. അപ്പൊ നോക്കിക്കേ, എവിടെയൊക്കെയാണ് മഴവെള്ളം നിറഞ്ഞത്? യെസ്, മുറ്റം നിറയെ മഴവെള്ളം നിറഞ്ഞിട്ടുണ്ട്. പിന്നെ എവിടെയാ? കുളം നിറയെ മഴവെള്ളം നിറഞ്ഞിട്ടുണ്ട്. പിന്നെ എവിടെയാ? വഴികൾ നിറയെ മഴവെള്ളം നിറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം നമ്മൾ വായിച്ചത് നമുക്ക് മനസ്സിലായില്ലേ? യെസ്. ഇനി അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, അടുത്ത ചോദ്യം, ആരാണ് കുട ചൂടിപ്പോകുന്നത്? ആരാണ് കുട ചൂടിപ്പോകുന്നത്? ഒന്ന് വായിച്ചു നോക്കിയിട്ട് വേഗം പറഞ്ഞേ, ആരായിരിക്കും കുട ചൂടിപ്പോകുന്നത്? ഞാനിവിടെ കണ്ടു, ഇതാ ആളുകള് കുട ചൂടിപ്പോകുന്നു. യെസ്, ആളുകൾ കുട ചൂടിപ്പോകുന്നു. കണ്ടുപിടിച്ച എല്ലാവരും, ആളുകൾ കുട ചൂടിപ്പോകുന്നു. ഓക്കെ, ഇനി അടുത്തത്, മഴ എങ്ങനെയാണ് പെയ്തത്? എങ്ങനെയാണ് മഴ പെയ്തത്? മഴ എങ്ങനെയാ പെയ്തത്? നിങ്ങളൊന്ന് വായിച്ചു നോക്കിയിട്ട് ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ നോക്കിക്കേ. യെസ്, ചറപറ ചറപറ മഴ പെയ്തു അല്ലെ. നിങ്ങൾ നോക്കിക്കേ, എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. യെസ്, ചറപറ ചറപറ മഴ പെയ്തു. ഓക്കെ, അപ്പൊ അതിന്റെ ഉത്തരവും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? യെസ്, കുട്ടികൾ എന്താണ് ചെയ്തത്? എന്താണ് കുട്ടികൾ ചെയ്തത്? ഒന്ന് നോക്കിക്കോ, കുട്ടികൾ എന്താ ചെയ്തത്? കുട്ടികള് ചാടിക്കളിക്കുന്നു. കണ്ടോ, കുട്ടികൾ ചാടിക്കളിക്കുന്നു. മഴയൊക്കെ പെയ്ത് സന്തോഷത്തിലെ കുട്ടികൾ ചാടിക്കളിക്കുവാണ് ചെയ്തത്. സോ ഇനി ഏറ്റവും ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഇതാ കിടക്കുന്നു, മീനുകൾ എവിടെയാണ് നീന്തിക്കളിച്ചത്? അതാണ് നമ്മുടെ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ ഇത് വായിച്ചു നോക്കിയിട്ട് മീനുകൾ എവിടെയാണ് നീന്തിക്കളിച്ചത്? അതിന്റെ ഉത്തരം വേഗം നമുക്ക് പറയാൻ പറ്റൂലേ? കുളത്തിലാണ് മീനുകൾ നീന്തിക്കളിച്ചത്. കുളം നിറയെ മഴവെള്ളം ഉണ്ടായിരുന്നു, അപ്പൊ മീനുകൾ അവിടെയാണ് നീന്തിക്കളിച്ചത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ കുറച്ച് ഭാഗങ്ങൾ തന്നിട്ട്, അതിപ്പം കവിതയാവും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കഥയുടെ ചില ഭാഗങ്ങളാവും, അങ്ങനെയൊക്കെ തന്നിട്ട് ഉത്തരങ്ങളൊക്കെ ഇതുപോലെ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റൂലേ? പറ്റണം കേട്ടോ. അപ്പൊ ഇതുപോലെയുള്ള കുട്ടി കുട്ടി ചോദ്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം വീണ്ടും കാണാം. അപ്പൊ എല്ലാ മക്കൾക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ ബൈ.